എടപ്പാളിൽ കോവിഡ് സമൂഹവ്യാപന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് നിന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതിലേക്കാണ് ആദ്യം ക്വാറന്റൈൻ സെന്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയിരിക്കാം, പിന്നെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കാം. അതുകൊണ്ട് അവിടെ ഒരു വലിയ രീതിയിൽ ഒരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഇല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് we don't need any specific route map for those cases wherever we don't have a movement of people involved. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ ഉള്ള കേസ് നോക്കുമ്പോൾ എസ്പെഷ്യലി പൊന്നാനി താലൂക്കിലെ കുറച്ച് ഏരിയാക്കൾ കുറച്ച് ഈ 12 കേസിൽ ഒരു 5-6-7 കേസ് ഈസ് ഫ്രം പൊന്നാനി താലൂക്ക്, എസ്പെഷ്യലി 2-3 പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് എയ്തർ ദേ ഹാവ് ഡയറക്ട്ലി കേസസ് പോസിറ്റീവ് കേസ് ആയിട്ട് ഇന്നലെ വന്ന 47 കേസസിൽ പോസിറ്റീവ് കേസസ് ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട്സ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും റോമിങ്ങിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഏരിയാക്കൾ കുറച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഏരിയാക്കളാണ് നമ്മൾ ഇന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിക്കാൻ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏരിയ നോക്കുമ്പോൾ വട്ടംകുളം പഞ്ചായത്ത്, എടപ്പാൾ പഞ്ചായത്ത്, ആലങ്കോട് പഞ്ചായത്ത്, മാറഞ്ചേരി പഞ്ചായത്ത്, ഈ 4 പഞ്ചായത്ത് മുഴുവനും കണ്ടെയ്ൻമെൻറ്റ് സോണാക്കാൻ നമ്മൾ അങ്ങോട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിക്ക് SDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ 52 വാർഡുണ്ട്. ആ 52 വാർഡിൽ നോക്കുമ്പോൾ 1, 2, 3, 50, 51 ഈ 5 വാർഡ് ബാക്കിയുള്ള 47 വാർഡ്സും കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓൺലി എക്സെപ്റ്റ് ward number 1, 2, 3, 50 and 51, all other wards in Ponnani Panchayat is going to be containment zone. That is we are recommending to government. So government will finalize and take a final decision today evening. That's what we are having plan. പിന്നെ പുൽപ്പറ്റ നമ്മൾ ഇവിടുത്തെ ഉള്ളത് പുൽപ്പറ്റ 7th വാർഡ്, that is also going to be containment zone actually. അതും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഏരിയകൾ നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റ് നമ്മൾ പാലക്കാടാണ്. അത് കാപ്പൂർ ആണക്കര ഗ്രാമപഞ്ചായത്തിൽ ചാൻസ് ഉണ്ടെന്നാണ്, ഈ ആൾക്കാർ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ കുറച്ച് നമ്മളോട് ഇൻവെസ്റ്റിഗേഷനിലെ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറിനും കോൺട്രാക്ട് ട്രേസിങ്ങിൻ്റെ ടീമിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട DSOക്കും പാലക്കാട് ജില്ലാ അഡ്മിനിസ്ട്രേഷനും നമ്മൾ ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട്. അവരും അതനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈ എസ്പെഷ്യലി ഈ 5 പേരും പ്ലസ് ഒരു നേരത്തെ ഈ എസ്പെഷ്യലി വട്ടക്കുളം എടപ്പാൾ നേരത്തെ തന്നെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു, പർട്ടിക്കുലർ വാർഡ്സ്. ഈ ഏസ് ഓഫ് നൗ ഈ നമ്മൾ പറയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറയുമ്പോൾ പുതിയ ഓർഡർ പ്രകാരം ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്തിൽ എന്തൊക്കെ കണ്ടീഷൻസ്, എന്തൊക്കെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ ആ നിയന്ത്രണങ്ങൾ വിൽ ബി ഇംപ്ലിമെൻറ്റഡ് നൗ. അതാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഓർ നോൺ കണ്ടെയ്ൻമെൻറ്റ് സോൺ. അങ്ങനെ ഉള്ളതിപ്പോൾ നമ്മൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് May 24 ഇറക്കിയ ആർഡറാണ് പ്രത്യേകമായിട്ട് വാട്ട് ഈസ് നീഡ്സ് ടു ബി ഡൺ ഈച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ ഓർ റെഡ് സോൺ ഏരിയ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിലുള്ള നിയന്ത്രണങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയാനുണ്ട്, ബിക്കോസ് അത് നമ്മളുടെ ലോക്കലൈസ്ഡ് ആയി ഉള്ളത് കൊണ്ട് അത് ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയാനുള്ളത്. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ എന്തൊക്കെ മെഡിക്കൽ റിലേറ്റഡ് ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, എന്തൊക്കെ നിയന്ത്രണങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്തൊക്കെ നിയന്ത്രണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് കാരണം ചിലത് എടുത്ത് പറയാനുണ്ട്, അതിന് ആഗ്രഹിക്കുന്നുണ്ട്. ബേസിക്കലി സിംറ്റം സർവേ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1000 സാമ്പിൾസ് വി ആർ ഗോയിങ് ടു കളക്ട് ഇറ്റ് ഇൻ ദ വെരി ബിഗിനിങ്, മേ ബി വിത്തിൻ 2-3 days ആണ്. ഈ 5 കണ്ടെയ്ൻമെൻറ്റ് സോണിലും എസ്പെഷ്യലി വട്ടംകുളം, എടപ്പാൾ, ആലങ്കോട്, മാറഞ്ചേരി ആൻഡ് പൊന്നാനി മുനിസിപ്പാലിറ്റി ഈ 5 ഏരിയകളിലും വി ആർ ഗോയിങ് ടു ടേക്ക് 1000 സാമ്പിൾസ് ആസ് എ ഇനീഷ്യൽ സിംറ്റം സർവേ. ആ എപ്പിഡമിക് അനാലിസിസ് പ്രകാരമാണ് ഈ നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിന് പ്രകാരം സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വിത്തിൻ 1 or 2 days തന്നെ നമ്മൾ അതിൻ്റെ ഫലം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ എവിടെയെങ്കിലും കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ അങ്ങനെ ഒരു എവിഡൻസോ ഏതും കിട്ടിയില്ല. സോ വി ആർ വെരി ക്ലിയർ ഓൺ ദാറ്റ്. പിന്നെ സ്ട്രിക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾസ്, നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ പറയുമ്പോൾ ഒരു എൻട്രിയും ഒരു എക്സിറ്റേ ഉള്ളതാണ്. അതനുസരിച്ച് we will be having a very strict movement of the people, control of the people. Police will be doing the
എല്ലാ നിയന്ത്രണങ്ങളും പോലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈവൻ ഇൻക്ലൂഡിങ് ദ ഹൈവേയിൽ ബിക്കോസ് പൊന്നാനി എന്ന് പറയുമ്പോൾ ഹൈവേ അടക്കമാണ് പൊന്നാനീൻ്റെ വാർഡിൽ വരുന്നതുകൊണ്ട്. സോ ഹൈവേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹൈവേ കൊണ്ട് അങ്ങോട്ട് വടക്കൻ ജില്ലകളിൽ പോകുന്നുള്ളവർ ഉണ്ട്. സോ അതനുസരിച്ച് ഹൈവേയിലെ എൻട്രി എക്സിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. വിത്ത് എൻട്രി ടൈമിലിருந்து 30 മിനിറ്റിൽ എക്സിറ്റ് ടൈം ആയിരിക്കണം. ഇൻ കേസ് സംബഡി വാണ്ട്സ് ടു ക്രോസ് നമ്മുടെ പൊന്നാനി താലൂക്ക് ക്രോസ് ചെയ്തിട്ട് കോഴിക്കോടോ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ വി നീഡ് ടു എൻഷൂർ ദാറ്റ് ദേ ആർ നോട്ട് going into our containment zones. അത് വേണ്ടി ഒരു 30 minutes ഫിക്സ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്. സോ അത് വി വിൽ ബി ക്ലോസ്ലി മോണിറ്ററിങ് ബോത്ത് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഓൺ ഈച്ച് വെഹിക്കിൾസ് ആക്ച്വലി. പിന്നെ അത്യാവശ്യ സാധനങ്ങളും ഗൂഡ്സ് മൂവ്മെൻറ്റ് ഒരു കുഴപ്പമില്ല. ഗൂഡ്സ് മൂവ്മെൻറ്റ് ആസ് പെർ പ്ലാൻ ഇറ്റ് വിൽ ഗോ ആസ് നോർമൽ. അതുപോലെ അത്യാവശ്യ സാധനങ്ങളും മെഡിക്കൽ എമർജൻസി ഉള്ളവർക്ക് മാത്രമേ പീപ്പിൾ മൂവ്മെൻറ്റ്സ് അലൗഡ് ആണ്. അത് ബിറ്റ്വീൻ 7 to 1 PM ആണ്. സോ അതിൻ്റെ അകത്ത് തന്നെ എല്ലാ മൂവ്മെൻറ്റ് വി ഷുഡ് സപ്പോസ് ഏതെങ്കിലും പച്ചക്കറിയോ മറ്റേ സാധനങ്ങൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുന്നതും ആഫ്റ്റർ 1 PM നോ ഷോപ്സ് വിൽ ബി ഓപ്പൺഡ് എക്സെപ്റ്റ് എമർജൻസി മെഡിക്കൽ ഷോപ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ചെയ്യാനുള്ളത് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ദി എൻറ്റയർ പബ്ലിക് പ്ലേസസ് ഇൻ ദീസ് ഏരിയാസ്. ബേസിക്കലി ഇപ്പോൾ ജസ്റ്റ് ഇറ്റ് ആൾവേസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. സോ അതുകൊണ്ട് ഒരു നമ്മളൊരു എന്ത് പറയുക ഒരു ഒരു വാർണിംഗ് ആയിട്ട് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു പ്രിക്കോഷൻ മെഷറായിട്ട് നമ്മൾ എല്ലാ പബ്ലിക് പ്ലേസസും ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ വേണ്ടി ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം വിൽ ബി ആക്ടിങ് ഓൺ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ മാൺസൂൺ പ്രിപ്പയർഡ് ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ മാൺസൂൺ സമയമാണതുകൊണ്ട് ILI ARI ഡെങ്കു പോലുള്ള ഫീവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മാൺസൂൺ തോട് ക്ലീനിങ് മറ്റുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഭാരതപ്പുഴ മണൽ തിട്ട എല്ലാം ലെവലിംഗ് ചെയ്യുന്നതുകൊണ്ട് വാട്ടർ മൂവ്മെൻറ്റ് ഈസിയാക്കാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽ ബി കണ്ടിന്യൂഡ്. അതിൽ ഒരു സ്റ്റോപ്പേജും ഉണ്ടാവില്ല. സോ ദാറ്റ് ആക്ടിവിറ്റി ഷുഡ് ബി കണ്ടിന്യൂഡ് ആക്ച്വലി. ദെൻ government departments, yes, only emergency government departments will be functioning as per the already existing order ഉണ്ട്. അതുകുറിച്ച് അതിൽ ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പിന്നെ IEC activities, yes, we know that we are slowly moving into next level actually. അത് നോക്കുമ്പോൾ നമ്മളുടെ പ്രധാന ആക്ടിവിറ്റീസ് നമ്മളുടെ ജനങ്ങൾക്ക് നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ വാട്ട് ഈസ് ദ സീരിയസ്നെസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു അതുപോലുള്ള ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും പറയാൻ വേണ്ടിയാണ് ഒരുപാട് IEC ആക്ടിവിറ്റീസ് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്. മൈക്ക് അനൗൺസ്മെൻറ്റ്സ്, ഒരുപാട് അവിടെ ലോക്കലൈസ്ഡ് ചാനൽസ് ഉള്ള മീഡിയ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അവരെ കൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് NGOs, നെഹ്റു യുവ കേന്ദ്ര പോലുള്ള യൂത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെ കൊണ്ട് കുറച്ചും കൂടിയും IEC ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ ഇൻഫർമേഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മാസ്ക് ഇടണമെങ്കിൽ എങ്ങനെ ചെയ്യണം, മാസ്ക് വാഷ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം, വൈ ഷുഡ് വി മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അത് അങ്ങനെ പോലുള്ള കൃത്യമായിട്ട് ഒരുപാട് IEC ആക്ടിവിറ്റീസും ചെയ്യാൻ പോകുന്നുണ്ട്, എസ്പെഷ്യലി ദീസ് ഏരിയാസ്. അതുപോലെ തന്നെ നമ്മൾ ജില്ലകളിൽ കുറച്ചും കൂടി നമ്മളൊരു പ്രിക്കോഷൻ ആക്ടിവിറ്റീസ് ആയിട്ട് സ്ക്വാഡ് ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. പോലീസ്, മെഡിക്കൽ വർക്കേഴ്സ് അടക്കം ഒരു സ്ക്വാഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ സ്ക്വാഡ് വിൽ ബി 1 or 2 സ്ക്വാഡ് ഫോർ ഈച്ച് താലൂക്ക്. അപ്പോൾ 7 താലൂക്ക് ഉണ്ടെങ്കിൽ 7-14 സ്ക്വാഡ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ താലൂക്ക് വി ആർ ഗോയിങ് ടു ഫോം ഇറ്റ്. ദീസ് സ്ക്വാഡ് ഈ സ്ക്വാഡാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ട് അവിടെ ഏതെങ്കിലും നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്ത ഗൈഡ് ലൈൻസിൽ ഏതെങ്കിലും അവർ ക്ലിയറായിട്ട് പാലിക്കുന്നുണ്ടോ, ഷോപ്സ് ക്ലിയറായിട്ട് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ളവരെല്ലാം ക്ലീനായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു അനാലിസിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വെട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ആക്ഷനിൻ്റെ മോഡിക്ക് പോകണം. ഈ സ്ക്വാഡൊക്കെ നമ്മൾ കർശനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ദർ വിൽ ബി ക്ലോസ് മോണിറ്ററിങ് ഓൺ ദ പീപ്പിൾസ്. ബേസിക്കലി ഏതെങ്കിലും ആൾക്കൂട്ടം ചേരുന്നുണ്ടോ അല്ലെങ്കിൽ വെദർ പീപ്പിൾ ആർ ഫോളോയിങ് ഗൈഡ് ലൈൻസ്, കോവിഡ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ദെൻ പിന്നെ പറഞ്ഞ നോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് functioning is allowed in these areas. Already they are part of May 24th order, but these are the few March 24th order. I'm sorry. So this should be followed properly as per that order. I just want to reinstating the same thing.
then funeral, I mean death, marriage உள்ள சம்விதானங்களுக்கு maximum 20 peoples only allowed as per March 24th order. We are just reinstating the same thing. Then another important thing, ஜனங்கள் ഈ ஏரியாக்களில் not only these containment zone areas, in anywhere in Malappuram, if you have any symptoms, if ജനങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു ARI, ILI, influenza like illness പോലുള്ള സോർ ത്രെട്ടോ ഉണ്ടെങ്കിൽ സ്വയമായിട്ട് അവർ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണം. ദിസ് ഈസ് എ ടൈം ടു ബി വെരി കെയർഫുൾ ആൻഡ് കുറച്ചും കൂടിയും നമ്മൾ ഒരു സ്വയമായിട്ട് ഇങ്ങോട്ട് നമ്മൾ തന്നെ ഒരു മുൻകൈ എടുത്ത് നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്ക്ക് വേണ്ടി ഒരു ആൾറെഡി ഉള്ള നമ്പേഴ്സ് തന്നെ ഒന്നുകൂടി പറയാൻ പോകുന്നുണ്ട്. ആ നമ്പേഴ്സിൽ വിളിക്കണം. അതുപോലെ എല്ലാ ഹോസ്പിറ്റൽസും സപ്പോസ് ഇഫ് എനി പേഷ്യൻ്റ് ഈസ് അപ്രോച്ചിങ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും സോർ ത്രോട്ടോ ഇല്ലെങ്കിൽ സാരി പോലുള്ള ഇൽനെസ്സോ അല്ലെങ്കിൽ ARI ഇൽനെസ്സോ അല്ലെങ്കിൽ ILI ഇൽനെസ്സോ ഡെങ്കു പോലുള്ള ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ വി ആർ ഗോയിങ് ടു ഇഷ്യൂ എ സ്പെഷ്യൽ ഓർഡർ from DDMA so that the hospitals will be mandatorily reporting that information back to medical team here so that നമ്മൾക്ക് ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ പർട്ടിക്കുലർ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദ ഡാറ്റ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റ്. ഓക്കെ, ദീസ് ആർ ദ 2 areas ഇറ്റ് മേ ബി എ റിസ്ക്. അങ്ങനെയുള്ള ഇൻഫർമേഷനെ കൊണ്ട് നമ്മൾ ആ ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. സോ അതും വി ആർ ആൾസോ റിക്വസ്റ്റിംഗ് ഓൾ ദ പീപ്പിൾ ഓൾസോ ടു വോളണ്ടിയർലി റിപ്പോർട്ട്. ഏതെങ്കിലും കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ വോളണ്ടിയറായിട്ട് റിപ്പോർട്ട് ചെയ്യാനും നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ നമ്പർ 0483 2733 251 252 253. അതുപോലുള്ള 4 നമ്പറായിട്ടുള്ള 1057 ദിശ നമ്പറാണ്. 1077 ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമ്പറാണ്. ഈ നമ്പറിലും ഈ 5 നമ്പറിലും ദേ ക്യാൻ കോൾ us ആൻഡ് റിപ്പോർട്ട് ഇറ്റ്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ 0483 2733 251 252 253 പിന്നെ 1056 1077. ഈ 5 നമ്പറാണ് പറ. ഇതാണ്. പിന്നെ പെട്രോൾ ബങ്ക്സ്, ഫ്യൂവൽ സ്റ്റേഷൻ, സിൻസ് ഇത് ഒരു ഹൈവേ ആണതുകൊണ്ട് ഒരുപാട് ഫ്യൂവൽ സ്റ്റേഷൻ ഒരു ഇഷ്യൂ വരാം. സോ അത് ഒരു പ്രത്യേകമായിട്ട് ഒരു ഫ്യൂവൽ സ്റ്റേഷൻ വി ആർ പ്ലാനിങ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്. ആ ഫ്യൂവൽ സ്റ്റേഷൻ വിൽ ബി ഫങ്ഷനിങ് ഫ്രം 7 to 10 PM. എനിവേ ആഫ്റ്റർ 7 in the morning 7 there is no vehicle movements, but to be a safer side we don't want to create any buthimutu for people, so we are extending up to 10 PM on a fuel station. ഇതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ആൻഡ് ആൾസോ ദിസ് എസ്പെഷ്യലി ദിസ് പൊന്നാനി താലൂക്ക് വി ആർ സ്പെഷ്യലി കോൺസെൻട്രേറ്റിംഗ് ടു ഐഡൻറ്റിഫൈ ഇൻ കേസ് ദർ ഇസ് എനി ഇഷ്യൂസ് ദർ. ആൻഡ് അതനുസരിച്ച് എല്ലാ ടീംസും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. DSO is very actively involved in that, and we are going to complete the next 1,000 tests within 2-3 days. That is our expectation time. So this is the general thing I like to tell you. So and also I request all the people of Malappuram to ensure that strictly follow the guidelines of health department and district administration. ഇത് നമ്മൾ ആഘോഷിക്കേണ്ട സമയം ആയിട്ടില്ല. Still we are in a I mean not reached the safety zone. സ്റ്റിൽ നമുക്ക് ഒരുപാട് വ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇല്ല, പക്ഷേ സാധ്യതയുണ്ട്. ഇത് പകർച്ചവ്യാധിയാണതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും കെയർഫുള്ളായിരിക്കണം. സോ അങ്ങനെ വരുന്നതുകൊണ്ട് ഒരിക്കലും ആൾക്കൂട്ടങ്ങൾ ചേരാതിരിക്കുക. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി സ്റ്റോഴ്സ് പോകുമ്പോൾ ദയവായിട്ട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഒരാൾ മാത്രം പോകുക. ഐ ഹാവ് സീൻ മെനി പീപ്പിൾ കമ്മിങ് ആസ് എ ലൈക്ക് 5 people 6 people ഇൻക്ലൂഡിങ് 2 years കിഡ്സ് നേരെ വരുന്നുണ്ട് ജസ്റ്റ് ഒരു പച്ചക്കറി മേടിക്കാൻ വേണ്ടി. അത് അങ്ങനെ പോകാൻ പാടില്ല. നമ്മളൊരു ജില്ലയിൽ വളരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ള ജില്ല ആണ്. നമ്മളാണ് കുറച്ചും കൂടി നമ്മളുടെ സേഫ്റ്റിയും സുരക്ഷാ ആക്ടിവിറ്റീസ്ക്ക് വേണ്ടി നമ്മളാണ് കുറച്ചും കൂടി ആക്ടിവിറ്റി ചെയ്യേണ്ടത്. സോ എല്ലാവരും കർശനമായിട്ട് ഫോളോ ചെയ്യേണ്ട ഗൈഡ്ലൈൻസ് മെഡിക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ദയവായിട്ട് ഫോളോ ചെയ്യുക. ആൾക്കൂട്ടം കൂടരുത്. എല്ലാവരും മാസ്ക് ധരിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിത്തിൻ റെഗുലർ ഇൻ്റർവൽസ് വിത്തിൻ 1 hour ഓർ സാനിറ്റൈസർ കൊണ്ടോ അല്ലെങ്കിൽ സോപ്പ് കൊണ്ടോ കൈകൾ ശുചിത്വം ചെയ്യുക. ദീസ് ആർ ദ പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. അങ്ങനെ പാലിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മളിലും അതിജീവിക്കാൻ പറ്റും. സോ വി നീഡ് എ കോപ്പറേഷൻ ഫ്രം ഓൾ ദ പീപ്പിൾ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട്. സോ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ കൊറോണയുടെ ഒരു മഹാമാരി നമ്മൾ നോക്കാം. then we can easily pass out this situation also. Thank you so much.
മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടതാണിപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടപ്പാൾ, വട്ടംകുളം, മാറഞ്ചേരി, ആലങ്കോട് ഈ 4 പഞ്ചായത്തുകളും ലോക്ക്ഡൌണിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണായി മാറാൻ പോവുകയാണ്. സമ്പൂർണ്ണമായി ഏതാണ്ട് അടച്ചിടൽ രൂപത്തിലേക്ക് മാറാൻ പോവുകയാണ്. അതിനുള്ള നിർദ്ദേശം മലപ്പുറം ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകുകയാണ്. പ്രത്യേകിച്ചും എടപ്പാളിൽ 5 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹ വ്യാപനത്തിന്റെ സാധ്യത നിലനിൽക്കുന്നു എന്നത് മുൻനിർത്തിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശങ്ങളിൽ വളരെ വേഗം തന്നെ 1000 സാമ്പിളുകൾ ഉടൻ തന്നെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ വേഗം 2 ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ ഫലം കണ്ടെത്താൻ കഴിയും. ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ്, ഒരു സമൂഹ വ്യാപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ ആളുകളിലേക്ക് രോഗം പകർന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി, ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഏതായാലും മലപ്പുറത്ത് ജില്ലാ കളക്ടർ അടിയന്തര യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. രോഗവ്യാപനം ഇനിയും ഉണ്ടാകാനുള്ള, കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം പോലെ ഒരു വലിയ ജില്ലയിൽ, കൂടുതൽ ജനസാന്ദ്രമായ ജില്ലയിൽ കുറെ കൂടി കരുതലും ജാഗ്രതയും ആവശ്യമാണ് എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, ഇടപ്പാൾ, വട്ടംകുളം, മാറഞ്ചേരി, ആലങ്കോട്, അതിന് പുറമെ പൊന്നാനി മുനിസിപ്പാലിറ്റി, ഇവിടങ്ങളിൽ ഒരു സമൂഹ വ്യാപനത്തിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ് ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിന് നൽകുന്നത് എന്നാണ് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അല്പം മുൻപ് പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? ഗോപികൃഷ്ണൻ അത് തന്നെയാണ്. അതായത് ഇപ്പം ആലങ്കോട്, മാറഞ്ചേരി, വട്ടംകുളം, എടപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ എടപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു ഭിക്ഷാടകന് രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഉറവിടം കണ്ടെത്താത്ത സാഹചര്യത്തിൽ അവിടെ അത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിൽ ഉറവിടം കണ്ടെത്താനാകാതെ ഏകദേശം 10ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ കളക്ടർ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുള്ളത്. ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ചില വാർഡുകളിലും ഇത്തരത്തിൽ ഈ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ഈ ജില്ലയിലുടനീളം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, അല്പം മുമ്പ് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ പല മേഖലകളിലായി പല ആളുകൾ പല ഭാഗങ്ങളിലായി പോകുന്ന ഒരു സ്ഥിതിയും സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 5 പേരെന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരാണ്. അതിൽ ഡോക്ടർ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ നഴ്സ് ഉൾപ്പെടുന്നു, മറ്റ് ജീവനക്കാർ ഉൾപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർമാരുമായും അതുപോലെ തന്നെ നഴ്സുമായും ആരോഗ്യ പ്രവർത്തകരുമായി ആരെല്ലാം ഇടപഴകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ റൂട്ട് മാപ്പ് അല്പസമയത്തിനകം പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ജില്ലാ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ അതായത് കടുത്ത നിയന്ത്രണം കൊണ്ടുവരും. ഈ ഭാഗങ്ങളിലേക്ക് പുറത്തു നിന്നും ഒരാൾക്കും പ്രവേശനമില്ല. ഈ ജില്ലയിലുള്ള ആളുകൾക്ക് അത്യാവശ്യ സർവീസുകൾ, പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ പ്രകാരം അത്യാവശ്യ സർവീസുകൾക്ക് മാത്രമേ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രവർത്തന അനുമതിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആരാധനാലയങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ ഇളവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആരാധനാലയങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദേശീയപാത കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പുകൾക്ക് പ്രവർത്തന അനുമതിയുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല മേഖലകളിലായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലകളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതിന് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ച് ഈ മേഖലകളിലെല്ലാം തന്നെ പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അല്പം മുമ്പ് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ ശരി ഷഹദ്, ഏതായാലും ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ച പ്രധാനപ്പെട്ട കാര്യം 4 പഞ്ചായത്തുകൾ എടപ്പാൾ, ആലങ്കോട്, മാറഞ്ചേരി, അതോടൊപ്പം തന്നെ വട്ടംകുളം, ഈ 4 പഞ്ചായത്തുകളിൽ ലോക്ക്ഡൌൺ, അതായത് കണ്ടെയ്ൻമെന്റ് സോണാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ
ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. രോഗവ്യാപനം തടയുക, അതല്ലെങ്കിൽ ഒരു സമൂഹ വ്യാപനത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും കർശനമായ നിയന്ത്രണങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഏതാനും വാർഡുകളിലും ഇതേപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം പോലെ ജനസാന്ദ്രതയുള്ള ഒരു വലിയ ജില്ലയിൽ രോഗവ്യാപന സാധ്യത ഇനിയും ഏറി നിൽക്കുന്നുണ്ട് എന്നാണ് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അല്പം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്.